എനിക്ക് ഉറക്കം വരുന്നു. നോനോ, ഞാൻ ഉറങ്ങുമ്പോ ഡയനെ ഉറങ്ങണം, ഞാൻ ഉണർന്നിരിക്കുമ്പോ ഡയനെ ഉണർന്നിരിക്കണം. ഐ എം സോറി മാലതി, നിന്നെ വേദനിപ്പിക്കാനല്ല. എനിക്കെല്ലാം മറക്കണം, എല്ലാം. അതിനിങ്ങനെ കുടിക്കാൻ ഇവിടെ എന്തുണ്ടായി? 4 വർഷങ്ങൾക്ക് മുമ്പ് മടക്കി വെച്ചതാണ് നമ്മൾ അധ്യായം. അത് വീണ്ടും എടുത്ത് വായിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് ഞാനാണ്. ഞാനത് മറന്നു കഴിഞ്ഞു. നോ, നെവർ. നിനക്കത് മറക്കാനാവില്ല. നീ മറക്കാൻ ശ്രമിച്ചാലും നിന്നിലെ സ്ത്രീക്കതാവില്ല മാലതി. ഐ നോ ദാറ്റ്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് 4 വർഷങ്ങളെ ആയല്ലുവെങ്കിലും അതിനെത്രയോ മുമ്പ് മനസ്സ് പങ്കുവെച്ചവരാണെന്ന് ഒരു ദിവസമെങ്കിലും ഞാൻ അകന്നു നിന്നിട്ടുണ്ടോ? മുഖം കറുത്തൊരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ജയേട്ടൻ. നിന്നെ ഞാൻ വഞ്ചിക്കുകയായിരുന്നു. എന്റെ വീക്ക് പോയിന്റ് മനസ്സിലായപ്പോൾ നിന്റെ വികാരങ്ങളെ മാനിക്കാൻ ഞാൻ തയ്യാറായില്ല. പകരം നീ എനിക്ക് നഷ്ടമായാലോ എന്ന ഭയത്താൽ നിന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു. ദാറ്റ്സ് മൈ സെൽഫിഷ്നെസ്. പക്ഷെ നീ എനിക്ക് നഷ്ടമായാൽ നോ, നെവർ. എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എന്തിനിങ്ങനെ വറീഡാവുന്നു? വിവാഹ ദിവസം തന്നെ ഒരു ആക്സിഡന്റിൽ എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു വൈകല്യം സംഭവിച്ചാൽ ഭാര്യയായ ഞാനിത് സഹിക്കണ്ടേ, ക്ഷമിക്കണ്ടേ? മാലതി, ബോട്ടണിയുടെ തടിച്ച പുസ്തകങ്ങളുടെ താളുകളിലൂടെ എന്റെ ദുഃഖങ്ങൾ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ജയേട്ടൻ എന്നെ വെറുത്താലും എനിക്ക് ജയേട്ടനെ വെറുക്കാനാവില്ല. ഐ വാണ്ട് യു ആൻഡ് യുവർ ലവ്. I love you. I love you so much. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഇപ്പൊ പറ്റിയേനെ. അല്ല വിഷ്ണുമോനെ, എന്തൊരു ഉറക്കമായത്? ഇവങ്ക ഇരുവിലെ തൂങ്ങിനാത്താനേ കാലയിൽ എഴുந்திருக்க முடியும். കാവേരി ഇത്ര വെളുപ്പിനെ വന്നോ? അയ്യോ, അണ്ണ എന്നെ കാലയിലെ കൂപ്പിട്ടാച്ച്. ഇവളുടെ അണ്ണൻ ചാരായം മാറ്റാൻ വേണ്ടിട്ട് കാലത്ത് എഴുന്നേക്കും. നീ ചാരായ അടിക്കോടി. നീ കുടിക്കുമെന്ന്. ഞാൻ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ടാ നിന്റെ ശരീരം ഇങ്ങനെയെങ്കിലൊക്കെ ഇരിക്കുന്നേ. അപ്പോഴേ ഒരു കാര്യം പറയട്ടെ. ഒരു 10 രൂപ തന്നാൽ ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? അല്ല, കാര്യമൊക്കെ പിന്നെ പറയാം. ഒരു 10 രൂപ കഴിഞ്ഞതാ. ഒരു 10 രൂപ താന്നേ.
ആ ഇതിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് വെച്ചാലേ ചായ പിടി എന്നൊരു കാര്യം പറയാം. ആർക്കെ സാറ് വരാൻ ഇനി ഒരു 4 ദിവസം കൂടി പിടിക്കും. ഇതാണോ നല്ല കാര്യം? ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. എല്ലാം ഞാനേ മാനേജ് ചെയ്തോളാമെന്ന്. ഓക്കേ. ആന്റി, ഗുഡ് മോർണിംഗ് ആന്റി. വെരി ഗുഡ് മോർണിംഗ്. ആന്റി ഇന്നലെ ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു. എന്നെയും വിഷ്ണു ഇന്നലെ ഉറക്കിയില്ല. ഇങ്ങനെ ഒച്ച വെച്ചാ ഉറങ്ങാൻ നോക്കൂ ആന്റി. ഞങ്ങള് കുളിക്കാൻ പോവാ. ആന്റി വരുന്നോ? ഞാൻ കുളി കഴിഞ്ഞല്ലോ മോളെ. ഈ ഡയാനയ്ക്ക് ഒരു നാണമില്ല. ആന്റി എന്ത് വിചാരിച്ചാണ്? ഇന്നലെ രാത്രി ആന്റി ഇങ്ങനെ തന്നെ ആയിരിക്കും. മുഖം കണ്ടില്ലേ? എടോ ആ കല്ലങ്ങോട്ട് എടുത്തേ. എന്റെ കാലിലോട്ടല്ല, എടോ ആ കുയിലോട്ട് എടുത്തേ. അയ്യോ നമസ്കാരം. ജോലിയെല്ലാം കഴിഞ്ഞോ ഗോവിന്ദാ? ഗോവിന്ദൻ ജോലി ചെയ്യാറില്ല, ചെയ്യിപ്പിക്കാനേ ഉള്ളൂ. അതെനിക്കറിയാം. അല്ലാതെ അറിഞ്ഞാ മതി. ഗോവിന്ദാ, എന്തോ ഗോവിന്ദാ, ഈ അസുലഭമായി ചെറിയ നിൽക്കുന്ന സ്ഥലങ്ങൾ അറിയാമോ നിനക്ക്? ഈ റയർ പ്ലാന്റ്സ്. ഒന്നും മനസ്സിലായില്ലല്ലോ. അതായത് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെടികൾ. അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ ഗോവിന്ദാ, എന്തോ നിന്നെയല്ല ഭഗവാനെ, എനിക്ക് PhD കിട്ടും. ഗോവിന്ദാ, എനിക്ക് PhD കിട്ടിയാൽ നേര് പകുതി ഞാൻ നിനക്ക് തരും. അല്ല സ്വാമി, എങ്ങനെ കൊണ്ടുപോകും PhD? PhD അല്ല, PhD. അത് തന്നെ, ആ ചെടി തന്നെ. അതെങ്ങനെ കൊണ്ടുപോകും? ലോറിയിൽ കൊണ്ടുപോകാമല്ലോ. ലോറിയിൽ. എന്നാ ശരി, വാ കാണിച്ചു തരാം. ഒരുമാതിരി ചെടികളൊക്കെ ഞാനൊക്കെ അറിയും. അതൊക്കെ വേറെ കാര്യം. കാണിച്ചു തന്നാ മതി. നോക്കട്ടെ നോക്കട്ടെ. അയ്യോ എന്റെ അമ്മ, ഇതെന്താണ്? ആരാത്? എന്താണ്? പാമ്പ്. എവിടെ? ഏരിക്കണ പാമ്പ്. പാമ്പല്ലടാ, അതെ വേറാണ്. അല്ല ഈ പാമ്പ് തന്നെ വേറായിട്ട് വരുന്നതേ. കേട്ടോ സാറേ, സാർ ഇവിടുന്ന് ഒരു ചെറിയ ചെടി പറിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ട് ചെന്നാൽ സാറിനൊരു വലിയ PhD കിട്ടും. കേട്ടോ സാറേ, നോക്ക് സാറതെ, ഈ പൂവിനെ സാറിന്റെ അട്ടാണിക്കൽ നെയിമിൽ എന്താണ് പറയുക? അട്ടാണിക്കൽ അല്ലടാ പൊട്ട, ബോട്ടോണിക്കൽ. എന്താണിക്കലും ആവട്ടെ, ഇതെന്ത് പറയും? ഇത് തുമ്പ. തുമ്പ എന്ന് പറഞ്ഞാൽ എന്താണ് ജോൺസാ? എന്തിനാ അയാളെ കൊണ്ട് കഷ്ടപ്പെടുന്നത്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അതായത് റോക്കറ്റ് ഫ്ലോർ. നോക്കട്ടെ നോക്കട്ടെ. എന്റെ അമ്മോ, ഞാൻ സാറിന് വേറൊരു കൂട്ടം കാണിച്ചു തരാം. ഈ പൂവിന് ഇതിനെന്ത് പറയും? പൂവാ? കോളാമ്പി പൂ, ബേസൻ ഫ്ലവർ. എന്താ ചിരിച്ചത്? നിന്റെ ജോലി എന്താ? പോരട്ടെ. വണ്ടി ഓടിക്കൽ. വണ്ടി ഓടിക്കൽ. എന്നാ അത് ഓടിച്ചാ മതി. ഇടാ, ഞാൻ ഡെറാഡൂണിൽ. ഡെറാഡൂൺ പറഞ്ഞപ്പോ അല്ല സാറ്, അത് ഞങ്ങളുടെ നാട്ടില് ഭയങ്കര തെറിയാ. ആണോ? ഡെറാഡൂണോ? ഞാൻ അവിടെ BSc പഠിക്കുമ്പോ. അപ്പൊ സാർ ഇവിടെ കേരളത്തിലല്ലേ പഠിച്ചത്? അല്ല. അതാ ഇത്ര വിവരം കുറഞ്ഞു പോയത്. അല്ല പാവയാണല്ലോടാ. അല്ല സാറേ, ഞാൻ പാരയാണെങ്കിൽ ഒരു പാരോപകാരിയാണല്ലോ അല്ലേ? സാറ് വാ കാണിച്ചു തരാം. ഇതിന്റെ അപ്പുറത്ത് ഇതാണ് സൂയിസൈഡിംഗ് പോയിന്റ്.
സോറി. വേണ്ട, ആരും എന്നെ തൊടണ്ട. അനാഥശാലയിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ കുക്കെ തള്ളിട്ട് കൊല്ലാനായിരിക്കും. ഞാൻ മരിച്ച ആർക്കും ഒന്നുമില്ലല്ലോ. ഞാൻ അനാഥനല്ലേ? എന്താ വിഷ്ണു ഇങ്ങനെ? മോളെ കേട്ടോ ആന്റി വിഷ്ണു പറഞ്ഞത്? എനിക്കെന്റെ വിഷ്ണു മാത്രമേ ഉള്ളൂ. വിഷ്ണു ഒരു തമാശ പറഞ്ഞതല്ലേ. ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ വിഷ്ണു കരയാതിരിക്കും. ആ അപകടത്തിൽ അങ്ങനെ ഡാഡിയും മരിച്ചു. പിന്നെ ഞാൻ രണ്ടാനമ്മയുടെ തടവിലായി. ആകെ ഒരു ആശ്വാസം പള്ളിയിൽ വെച്ച് കാണാറുള്ള എന്റെ വിഷ്ണു ആയിരുന്നു. വിഷ്ണു പള്ളിയിൽ വരുമായിരുന്നു. ഫാദർ പയസിന്റെ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു. ജോസഫ് എന്ന ഫാദർ വിളിച്ചിരുന്ന എന്റെ വിഷ്ണു.